ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനെതിരെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് റവന്യൂ വനം വകുപ്പ് സ്വീകരിക്കുന്നത്. കണ്ണൂർ ആറളം വനമേഖലയോട് അനുബന്ധിച്ചുള്ള ബഫർ സോണിൽ കൃഷിഭൂമിയും ഉൾപ്പെടുത്തിയത് ജനദ്രോഹ നടപടിയാണ്. സർക്കാർ കർഷകർക്ക് നൽകിയ ഉറപ്പ് കാറ്റിൽ പറത്തിയെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് വിമർശിച്ചു. ടോം കുര്യാക്കോസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ടോമിലേക്ക് എത്തുന്നതിന് മുമ്പ് പാംബ്ലാനിയുടെ പ്രതികരണത്തിലേക്ക്. ബഫർ സോൺ വിഷയത്തില് കർഷകർക്ക് നൽകിയ ഉറപ്പ് സർക്കാർ പാലിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. ഇവിടെ ആറളം വന്യജീവി സങ്കേതത്തോട് അനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ റീസർവേ നടത്തിയപ്പോൾ ബഫർ സോൺ പ്രദേശങ്ങൾ കർഷകന്റെ കൃഷിഭൂമിയിൽ ഉൾപ്പെടുത്തിയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കർഷകരെ ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. റവന്യൂ വനം ഉദ്യോഗസ്ഥർ ബോധപൂർവം കർഷകരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് നിയന്ത്രിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരള സർക്കാരും സത്വരമായി ഇടപെടണം. ഈ വിഷയത്തിൽ കർഷകരുടെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചു എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ടോമാണ് വീണ്ടും ചേരുന്നത്. ടോം, വലിയ വിമർശനം ഉന്നയിക്കുന്നു സർക്കാരിനെതിരെ. പാംബ്ലാനി, എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അഭിലാഷ്, കണ്ണൂർ ആറളം വനമേഖലയോട് ചേർന്ന കൃഷിഭൂമി ബഫർ സോണിൽ ഉൾപ്പെടുത്തില്ലെന്ന് നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം ഉള്ളതാണ്. അതിനിടെയാണ് റവന്യൂ വകുപ്പ് റീസർവേ നടപടികളുമായി മുന്നോട്ട് വന്നത്. ഇതിൽ മലയോര മേഖലയിലെ ജനങ്ങളുടെ കൃഷിഭൂമിയും ബഫർ സോണിൽ ഉൾപ്പെടുത്തിയാണ് റീസർവേ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് റവന്യൂ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെന്നാണ് സഭയുടെ ആരോപണം. പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞ് കർഷകരെ ദ്രോഹിക്കാൻ അനുവദിക്കില്ല, കർഷകരുടെ കൃഷിയിടം സംരക്ഷിക്കാൻ നിയമ പോരാട്ടം നടത്തുമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ അല്പം കടുപ്പിച്ചു തന്നെയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായ മാർ ജോസഫ് പാംബ്ലാനി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് റവന്യൂ വനം വകുപ്പുകൾ സ്വീകരിക്കുന്നത്. കണ്ണൂർ ആറളം വനമേഖലയോടനുബന്ധിച്ചുള്ള ബഫർ സോണിൽ കൃഷിഭൂമിയും ഉൾപ്പെടുത്തിയത് ജനദ്രോഹ നടപടിയെന്ന് മാർ ജോസഫ് പാംബ്ലാനി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. സർക്കാർ കർഷകർക്ക് നൽകിയ ഉറപ്പ് കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥരുടെ നടപടികൾ നീങ്ങുന്നത്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. ആറളം പ്രദേശത്തെ റീസർവേ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് മാർ ജോസഫ് പാംബ്ലാനി ആവശ്യപ്പെടുന്നത്. അതായത് വർഷങ്ങളായി കരമടച്ച് സ്വന്തം നിലയിൽ സംരക്ഷിക്കുന്ന ഭൂമി തട്ടിയെടുക്കാനുള്ള വനം വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ നടപടികളെ ചെറുക്കുമെന്നും സഭ വ്യക്തമാക്കുന്നുണ്ട്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ടോം നൽകിയത്.